ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. എൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മിക്കവാറുമൊക്കെ വൈകിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ വൈകിട്ട് നല്ല മഴയുണ്ട്. അതുകൊണ്ട് ആണ് വീഡിയോ ഇടാനായിട്ട് വൈകുന്നത്. ഇപ്രാവശ്യം ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു ചെടിയാണ്. പണ്ട് കാലത്ത് എല്ലാ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് പൂച്ചവാലൻ എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ക്യാറ്റ്സ് ടെയിൽ അല്ലെങ്കിൽ മങ്കി ടെയിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചയുടെ വാലുമായിട്ടൊക്കെ നല്ല സാദൃശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. ഈ ചെറിയൊരു കുഞ്ഞു പൂക്കൾ ഇങ്ങനെ ബഞ്ചായിട്ട് ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ പൂങ്കിലേക്കും ഏകദേശം ഒരു 50 സെൻറ്റിമീറ്ററൊക്കെ നീളം കാണും. വേനൽക്കാലത്താണ്, നല്ല കടും വേനൽക്കാലത്താകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂക്കളുടെ നീളത്തിന് ഇച്ചിരി വ്യത്യാസം വരും. അതുമാത്രമേ ഉള്ളൂ. നല്ല മഴയൊക്കെ കിട്ടുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ പൂക്കൾക്ക് അത്യാവശ്യം നല്ല നീളത്തിലാണ് ഇത് വരുന്നത്. ഇതിന് ഫ്ലവറിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലൊക്കെ വേണം. പക്ഷെ ഒരുപാട് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെടി പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. അതുകൊണ്ട് കുറച്ച് ഷെയ്ഡും കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെക്കുന്നതാണ് നല്ലത്. ഇത് ഉദ്യാനം കളർഫുള്ളാക്കാനായിട്ട് ഇതുപോലെ നല്ലൊരു ചെടി വേറെ ഇല്ല. ഞാൻ അത്യാവശ്യം ഷെയ്ഡൊക്കെ കിട്ടുന്ന ഒരു ഭാഗത്ത് എന്നാൽ അധികം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അധികം ഒത്തിരി പരിചരണം വേണ്ട ചെടികളുടെ അല്ലാത്ത കുറച്ച് ദൂരെയായിട്ടുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഷെയ്ഡും കിട്ടും, എന്നാൽ ആ ഭാഗം നല്ല കളർഫുള്ളാകുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിത് നട്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാ സീസണിലും നല്ല രീതിയിൽ ഫ്ലവർ തരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മഴക്കാലത്താണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്, നല്ല കളർഫുള്ളായിട്ട് നല്ല നീളത്തിൽ ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കും. വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടാണ് പൂക്കൾക്കൊക്കെ അത്ര ഭംഗിയില്ലാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു പച്ച കളറിലുള്ള വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും കാണാൻ നല്ലൊരു ഭംഗിയാണ്. അത് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ഫ്ലഷി ആയിട്ടാണ് അത് വളരുന്നത്. അതിനും അത്യാവശ്യം വെയിലൊക്കെ വരുമ്പോഴത്തേക്കും ആ പച്ച കളർ മാറിയിട്ട് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ അതിനകത്ത് കയറി വരുന്നുണ്ട്. അങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചെടികളിനോട് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് അതൊരു കളക്ഷനായിട്ട് തന്നെ കൂട്ടാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പൂവിനേക്കാട്ടിലും കുറച്ചുകൂടെ നല്ല വലിപ്പമുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അതിന് കാണാനായിട്ട്. ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് നമുക്ക് പെട്ടെന്ന് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മെയിൻ്റനൻസൊക്കെ വളരെ എളുപ്പമാണ്. അധികം കെയറൊന്നും വേണ്ട. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും. പിന്നെ വെള്ളം അത്യാവശ്യം വേണ്ട ഒരു ചെടി തന്നെയാണ്. നല്ല വെയിലാകുമ്പോഴത്തേക്ക് ചെടി കുറച്ചൊന്ന് വാടുന്ന ഒരു പ്രകൃതമാണ്. വെള്ളം നല്ല രീതിയിൽ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സെമി ഷെയ്ഡാണ് ഈ ചെടിക്ക് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരും. അതായത് ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം നല്ല കളർഫുള്ളാക്കാനായിട്ട് ഇതിൻ്റെ ഒരു കമ്പ് നട്ടാൽ മതിയായിരിക്കും. അതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.